ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMThings. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ 7ാമത്തെ യൂണിറ്റ് ആയ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്ന പാഠഭാഗത്തിലെ പുതിയൊരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ രണ്ട് ബിന്ദുക്കളെ നമ്മൾ യോജിപ്പിച്ചൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പോവുകയാണ്. ചതുരം, റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ചതുരം. എക്സ് അക്ഷത്തിന് സമാന്തരമായ ഒരു വര വരയ്ക്കുക. ഇവിടേക്ക് യോജിപ്പിക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒന്ന് സമാന്തര വര വരയ്ക്കുക. ഇവിടെ അത് യോജിപ്പിക്കുക. ഇവിടെ നമുക്ക് ഇതാണ് ഒരു ചതുരം, ഒരു റെക്റ്റാങ്കിള് കിട്ടി. ഈ റെക്റ്റാങ്കിളിന്റെ രണ്ട് മൂലകൾ നമുക്ക് അറിയാം. എന്താണ്? 3, 2, 7, 5. ബാക്കി രണ്ട് മൂലകൾ കൂടി നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇവിടെ ആക്സിസ് തന്നിട്ടുണ്ടെങ്കിലും എക്സ് ആക്സിസും വൈ ആക്സിസും തന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ അകത്തൊന്നും അടയാളപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, നമുക്ക് എന്നിരുന്നാലും നമുക്ക് ഈ രണ്ട് മൂലകളുടെയും ആൻസർ കണ്ടെത്താൻ കഴിയും. അപ്പൊ ഇവിടുന്ന് താഴെയും ഈ മൂലയും. അതിനായി നമ്മൾ എന്താ ചെയ്യാൻ നോക്കിക്കേ. ഈ മൂലയിൽ നിന്ന് വൈ അക്ഷത്തിന് സമാന്തരമായി എക്സിലേക്ക് ഒരു ലംബരേഖ വരയ്ക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തും എക്സിലേക്ക് ഒരു ലംബരേഖ വൈ അക്ഷത്തിന് സമാന്തരമായി വരയ്ക്കുക. അപ്പൊ ഇവിടെ എക്സ് 3 ആയതുകൊണ്ട് ഈ ബിന്ദു എത്രയായിരിക്കും? 3 തന്നെ ആയിരിക്കും. 3 ആയിരിക്കും. ഇവിടെ നോക്കി, ഇവിടെ 7 ആണ്. അതാണ് ഇങ്ങോട്ട് താഴോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ബിന്ദു എന്ന് പറയുന്നത് ഈ പോയിന്റ് 7നെ സൂചിപ്പിക്കും. അപ്പൊ 3ഉം 7ഉം തമ്മിലുള്ള അകലം 4 യൂണിറ്റ്. അങ്ങനെ ആകുമ്പോൾ ഈ അകലം എത്ര തന്നെയായിരിക്കും? 4 യൂണിറ്റ് ആയിരിക്കും. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ഇവിടെ നിന്ന് ഈ മൂലയിൽ നിന്നും എക്സ് അക്ഷത്തിന് സമാന്തരമായി വൈയിലേക്ക് ലംബരേഖ വരയ്ക്കുക. ഉണ്ടോ? നമ്മൾ വരച്ച് 3, 2 ആണ്. അപ്പം ഇവിടെ വൈ 2 ആയതുകൊണ്ട് ഇവിടുത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. ഇവിടെ വൈ 5 ആയതുകൊണ്ട് ഇവിടെ 5 ആയിരിക്കും. 2ഉം 5ഉം തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ 3 യൂണിറ്റ്. ഇവിടെ 3 യൂണിറ്റ് ആണ് അല്ലെ? ഇതാണ് നമ്മുടെ ചതുരം. അപ്പം ഇനി നമുക്ക് ഈ രണ്ട് സൂചക സംഖ്യകളും നമുക്ക് എഴുതാം. ഈ വര, അതായത് ഈ വര എക്സ് അക്ഷത്തിന്, ഇതിപ്പം ഡോട്ടിട്ടാണ് വരയ്ക്കേണ്ടത്. ഞാൻ പിന്നെ നേരെ വരച്ചെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ വര എക്സ് അക്ഷത്തിന് സമാന്തരമായതിനാൽ അതിന്റെ വൈ കോർഡിനേറ്റ് തുല്യമായിരിക്കും. ഇവിടെ 2 ആയതുകൊണ്ട് ഇവിടെ വൈ കോർഡിനേറ്റ് എന്ത് തന്നെ ആയിരിക്കും? 2 തന്നെ ആയിരിക്കും. പിന്നെ ഇവിടെ 3 ആണ്. 3നോട് 4 കൂട്ടിയാൽ എത്ര? 7. 3ൽ നിന്ന് 4 യൂണിറ്റ് അകലത്തിലാകുമ്പോൾ 7. പിന്നെ ഈ 7 മറ്റൊരു രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. നോക്കിക്കേ, ഈ വര വൈ അക്ഷത്തിന് സമാന്തരമായതിനാൽ അതിന്റെ എക്സ് കോർഡിനേറ്റ് തുല്യം. അതുകൊണ്ട് ഇവിടെ 7 ആയതുകൊണ്ട് ഇവിടെയും 7 ആയിരിക്കും. അപ്പൊ 7, 2. ഇനി ഈ മൂലയുടെ സൂചക സംഖ്യ ഇവിടെ നോക്കിക്കേ. ഈ വര എക്സ് അക്ഷത്തിന് ആണോ? അല്ല, വൈ അക്ഷത്തിന്
സമാന്തരമാണ്. ഈ വര y അക്ഷത്തിന് സമാന്തരമാണ്. അതിനാൽ x കോർഡിനേറ്റ് തുല്യമായിരിക്കും. ഇവിടെ 3 ആയതുകൊണ്ട് ഇവിടെയും 3 ആയിരിക്കും. ഉണ്ടോ? ഇനി ഇങ്ങനെ നോക്കുമ്പോൾ, ഇങ്ങനെ വെക്കുമ്പോൾ ഈ വര എക്സിന് സമാന്തരമാണ്. എക്സിന് സമാന്തരമായാൽ അതിന്റെ y കോർഡിനേറ്റ് എന്തായിരിക്കും? y കോർഡിനേറ്റ് തുല്യമായിരിക്കും. ഇവിടെ 5 ആകുമ്പോൾ ഇവിടെ എന്തായിരിക്കും? 5 തന്നെ ആയിരിക്കും. അപ്പം 3, 2, 3, 5 ഈ അകലം 2 തൊട്ട് 5 വരെ 3 യൂണിറ്റ്. 3, 2, 7, 2 അകലം 3 തൊട്ട് 7 വരെ 4 യൂണിറ്റ്. അപ്പൊ ഇവിടെ 3 യൂണിറ്റ്, ഇവിടെ 4 യൂണിറ്റ്. 3ഉം 4ഉം 7. അപ്പൊ നമുക്ക് ആൻസർ ഒക്കെ ആയി. എന്താണ്? ഒരു കോർഡിനേറ്റ്, ഒരു മൂല 7, 2ഉം മറ്റേ മൂല 3, 5ഉം. ഇപ്പൊ ആക്സിസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇത് കണ്ടെത്താൻ കഴിയും. മറ്റൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഈ ഫിഗർ നോക്കിക്കേ. 2 മൂലകളുടെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. മറ്റു 2 മൂലകളുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. നമ്മൾ പഠിച്ച തത്വം അനുസരിച്ച് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. If a line is parallel to y axis, x coordinate equal. If a line is parallel to x axis, y coordinate equal. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻസ് എല്ലാം പാരലൽ ടു x ആക്സിസും വെർട്ടിക്കൽ ലൈൻസ് ആ പാരലൽ ടു y ആക്സിസ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് നോക്കിക്കേ, ഇത് ഏതിന്, ഈ ലൈൻ ഏതിന് പാരലാ? y ആക്സിസിന് പാരലാ. y ആക്സിസിന് പാരൽ ആകുമ്പോൾ എന്താണ്? അതിന്റെ x കോർഡിനേറ്റ് ഈക്വൽ ആയി. അപ്പൊ നമുക്ക് എഴുതാം. ഇവിടെ എത്ര വരും? ഇവിടെ x കോർഡിനേറ്റ് 2 ആയതുകൊണ്ട് ഇവിടെ എന്ത് തന്നെ ആയിരിക്കും? 2 ആയിരിക്കും. 2. ഇനി y കോർഡിനേറ്റ് നോക്കിക്കേ. 2 y കോർഡിനേറ്റ് നോക്കിക്കേ. ദിസ് ലൈൻ ഈസ് പാരലൽ ടു x ആക്സിസ്, സോ y കോർഡിനേറ്റ് ഈക്വൽ. അപ്പോൾ 1 എന്ന് കൊടുക്കാം. അവിടെ 1 ആയതുകൊണ്ട് ഇവിടെ 1. 2, 1, 7, 1. ഇവിടെ ഡിഫറൻസ് 2 to 7 എത്ര? 5 യൂണിറ്റ്സ് ആണ് ഡിസ്റ്റൻസ്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 യൂണിറ്റ്സ്. ഇവിടെ നോക്കിക്കേ, 2, 1 to 2, 3. ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ്? 1 to 3, 2 അല്ലേ? അപ്പൊ ഇവിടെയും 2 ആയിരിക്കും. ഇനി ഈ കോർഡിനേറ്റ് നമുക്ക് നേരത്തെ പറഞ്ഞ രീതിയിൽ കണ്ടുപിടിക്കാം. എന്ത്? ലൈൻ ഈസ് പാരലൽ ടു y ആക്സിസ്, x കോർഡിനേറ്റ് ഈക്വൽ. അപ്പൊ ഇവിടെ 7 തന്നെ. ഇവിടെ 7 ആയതുകൊണ്ട് ഇവിടെയും 7 ആണ്. പിന്നെ y കോർഡിനേറ്റ് എങ്ങനെ എഴുതാം? 1ന്റെ കൂടെ 2 കൂട്ടുക, അപ്പൊ 3 യൂണിറ്റ്സ്. അപ്പൊ നമുക്ക് കോർഡിനേറ്റ് കിട്ടി 2, 1 and 7, 3. 2, 1 and 7, 3. ഇവിടുത്തെ 2ഉം ഇവിടുത്തെ 1ഉം. 7, 3. ഇവിടുത്തെ 7ഉം ഇവിടുത്തെ 3. മനസ്സിലായോ? ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും. ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടെ എടുക്കാം. ഈ ചിത്രത്തിൽ നോക്കിക്കേ, ഇതൊരു റെക്ടാങ്കിൾ ആണ്. 2 വേർട്ടിസസ് തന്നിട്ടുണ്ട്. വേർട്ടിസസിന്റെ സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്. കോർഡിനേറ്റ് 3 to 7, 2. സോ ഇത് രണ്ടും x ആക്സിസിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ് നമുക്ക് കണ്ടെത്താൻ കഴിയും അല്ലേ? എനി പോയിന്റ് ഓൺ ദ x ആക്സിസ്, y കോർഡിനേറ്റ് 0. അപ്പൊ 0 കൊടുക്കും. ഇവിടെ 7 ആയതുകൊണ്ട് ഇവിടെയും 7 ആയിരിക്കും. ഇവിടെയും y കോർഡിനേറ്റ് 0 ആയിരിക്കും. x കോർഡിനേറ്റ് 3. ഓക്കെ, 3 to 7 ഡിസ്റ്റൻസ് ഈസ് 4. 0 to 2 ഡിസ്റ്റൻസ് ഈസ് 2. അപ്പം ലെങ്ത് 4ഉം ബ്രെഡ്ത്ത് 2 എന്ന് കിട്ടി. കൂടിയാണ് വരുന്നത്. അപ്പൊ നമുക്കിനി എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. പേജ് 142, ക്വസ്റ്റ്യൻ 1. All these rectangles shown below have their sides parallel to the axis. Find the coordinates of the other 2 vertices of each. ഇവിടെ 3 റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്, 2 വെർട്ടിസസും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റ് 2 വെർട്ടിസസ് കൂടി കണ്ടുപിടിക്കാം. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. 3 റെക്ടാങ്കിൾസ് ഉണ്ട്. ഇതിന്റെ 2 വെർട്ടിസസ് തന്നിട്ടുണ്ട്. മറ്റ് 2 വെർട്ടിസസും കണ്ടുപിടിക്കണം. നോക്കിക്കേ, this line is parallel to
y axis. So x coordinate equal. ഇവിടെ എന്താ വരും? ഇവിടുത്തെ -2 തന്നെ വരും അല്ലേ? -2. This line is parallel to x axis. So y coordinate equal. അപ്പൊ ഈ 4 തന്നെ വരും. ഇവിടെ നോക്കിക്കേ. This line is parallel to x axis. So y coordinate equal. Y coordinate 3 തന്നെ. X coordinate കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി. എന്താണ്? This line is parallel to y axis. So x coordinate equal. ഇവിടെ 2 ആയതുകൊണ്ട് ഇവിടെയും 2. ഇതാണ് നമ്മുടെ ആൻസർ. 2, 3. Okay. 2, 2, 3 to 4, 1 unit. Here -2, -2, 3 to 4, 1 unit. കറക്റ്റ് ആൻസർ ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത 2 വെർട്ടെക്സ് നോക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ ചെയ്യാം. നോക്കിക്കേ. പാരലൽ ടു y axis, so x coordinate equal. -1. Parallel to x axis, y coordinate equal. -4. -1, -4 എന്ന് എഴുതി. -1, -4. ഈ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. This line is parallel to y axis. So x coordinate equal. 2 തന്നെ. This line is parallel to x axis. So y coordinate equal. -2. ഇനി ഇത് ശരിയാണോ നമ്മൾ എങ്ങനെയാ നോക്കുക? 2, 2, -4, -2. ഇവിടെ നോക്കിക്കേ. -1, -1, -4, -2. ഇനി വേണമെങ്കിൽ തിരിച്ചും അവതരിപ്പിക്കാം. ഇനി അടുത്തത് മൂന്നാമത്തെ ചിത്രത്തില്. ഇവിടെ നോക്കിക്കേ. This line is parallel to x axis. So y coordinate equal. ഇവിടെ 3 തന്നെയാണ്. ഇനി ഇവിടെ നോക്കിക്കേ. This line is parallel to, ഇങ്ങനെ വെക്കുമ്പോൾ parallel to y axis, x coordinate equal. ഇവിടുത്തെ 2 തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ ആൻസർ എന്താണ്? 2, 3. ഇനി ഇവിടെ നോക്കിക്കേ. This line is parallel to y axis or x coordinate equal. ഇവിടെ -1 ആയതുകൊണ്ട് ഇവിടെ -1 ആയി. പിന്നെ this is parallel to x axis, so y coordinate equal. ഇവിടെ 6 ആയതുകൊണ്ട് ഇവിടെ 6 തന്നെ ആയി. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? -1, 3, 2, 3. എന്താണ്? -1ൽ നിന്ന് 2 വരെ പോയി. എത്രയാണ് ഡിസ്റ്റൻസ്? 3 യൂണിറ്റ്സ്. ഇവിടെ -1ൽ നിന്ന് 2. കറക്റ്റ് ആണ്. 3 to 6, 3 യൂണിറ്റ്സ്. ഇവിടെയും 3 to 6, 3 യൂണിറ്റ്. അപ്പം ഇതാണ് നമ്മുടെ ആൻസർ. അപ്പം 3 ക്വസ്റ്റ്യനും ചെയ്ത് 3 ഫിഗറിന്റെയും കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് കോർഡിനേറ്റ്സ് ആണെങ്കിൽ എടുത്ത് എഴുതാം. ഏതൊക്കെ കോർഡിനേറ്റ്സ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച കോർഡിനേറ്റ്സ്? ഇത് -2, 4ഉം പിന്നെന്താണ് 2, 3. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച ഏതൊക്കെയാണ്? ഇത് ഉണ്ടായിരുന്നു, ഇത് ഉണ്ടായിരുന്നു. ഇത് രണ്ടുമാണ് കണ്ടുപിടിച്ചത്. -1, -4, 2, -2. ഇനി ഇവിടെ ഉണ്ടായിരുന്നത് ഓപ്പോസിറ്റ് വേർട്ടിസ്. ഇത് രണ്ടും ഉണ്ടായിരുന്നു. ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ചു. -1, 6ഉം 2, 3. അങ്ങനെ 3 റെക്റ്റാങ്കിളിന്റെയും കോർഡിനേറ്റ്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. Without drawing the axis, mark these points with the left and right and top and bottom positions correct. Find the coordinate of other 2 vertices of the rectangle. Each pair has coordinates of 2 opposite vertices and sides parallel to the axis. അപ്പോൾ 4 ചോദ്യമുണ്ട്, നമുക്ക് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്
എഴുതിയിരിക്കുന്നത് 3, 5, 7, 8. ഇപ്പൊ ഒരു റെക്റ്റാങ്കിളിൽ ഈ 3, 5, 7, 8 നമ്മൾ എവിടെ അടയാളപ്പെടുത്തും? 3 കഴിഞ്ഞല്ലേ 7 വരിക. അപ്പം 3, 7ന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കണം. അപ്പൊ നമുക്കിവിടെ 3, 5 അടയാളപ്പെടുത്താം. 3, 5. ഇപ്പൊ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആകുമ്പോൾ ഇവിടെ 7, 8. ഇനി മറ്റു 2 വെർട്ടെക്സും കൂടി നമുക്ക് കണ്ടുപിടിക്കണം. നോക്കിക്കേ, ഈ ലൈൻ ഏതിന് പാരലാ? എക്സ് ആക്സിസിന് പാരലാണ് അല്ലേ? ഈ ലൈൻ ഇതാ, ഈ എൻഡ് നോക്കിക്കേ, ഈ എൻഡ് നോക്കിക്കേ, പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലൽ ആകുമ്പോൾ ഇതിന്റെ വൈ കോർഡിനേറ്റ് ഈക്വൽ ആണ്. ഇവിടെ 5 ആയതുകൊണ്ട് ഇവിടെയും 5 ആയിരിക്കും. ഇനി ഇങ്ങനെ നോക്കുക, ഇവിടെ പാരലൽ ടു ദിസ് ലൈൻ ഈസ് പാരലൽ ടു വൈ ആക്സിസ്, സോ ഇറ്റ്സ് എക്സ് കോർഡിനേറ്റ്സ് ആർ ഈക്വൽ. അപ്പൊ ഇവിടെ 7 ആയതുകൊണ്ട് ഇവിടെ 7 ആയിരിക്കും. അപ്പൊ നമുക്ക് 7, 5 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ വെർട്ടെക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ദിസ് ലൈൻ ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്, അപ്പോൾ വൈ കോർഡിനേറ്റ് ഈക്വൽ, അപ്പോൾ ഇവിടെ 8 വരും. അപ്പൊ ഇങ്ങനെ വയ്ക്കുകയാണെങ്കിലോ പാരലൽ ടു വൈ ആക്സിസ് എക്സ് കോർഡിനേറ്റ് ഈക്വൽ, അപ്പോൾ ഇവിടെ 3 വരും. നമ്മുടെ ഇതിന്റെ ആൻസർ 3, 8 എന്ന് കിട്ടും. 3, 8. നമ്മൾ കണ്ടുപിടിച്ച 2 കോർഡിനേറ്റ്സും 3, 8ഉം 7, 5ഉം ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം 6, 2, 5, 4. ഇവിടെ നോക്കിക്കേ, 6, 5, 2, 4. അപ്പൊ ഞാനിവിടെ 5, 4 ഇവിടെ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലായിരിക്കും 6, 2, 5, 6. അപ്പൊ ഈ കോർഡിനേറ്റ് എത്രയായിരിക്കും? ഇത് ഏതിന് പാരലാ? ദിസ് ലൈൻ ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്, സോ വൈ കോർഡിനേറ്റ് ഈക്വൽ. ഇവിടെ 2 ആയതുകൊണ്ട് ഇവിടെയും 2 ആണ്. ദിസ് ലൈൻ ഈസ് പാരലൽ ടു വൈ ആക്സിസ്, എക്സ് കോർഡിനേറ്റ് ഈക്വൽ. ഇവിടെ 5 ആയതുകൊണ്ട് ഇവിടെയും 5, 5, 2 എന്ന് കിട്ടി. ഇനി ഈ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. നോക്കിക്കേ, ദിസ് ലൈൻ ഈസ് പാരലൽ ടു വൈ ആക്സിസ്, വൈ ആക്സിസിന് പാരലൽ ആയതുകൊണ്ട് എക്സ് ഈക്വൽ, അപ്പൊ ഇവിടെ 6 വരും. ഇനി ഇങ്ങനെ വയ്ക്കുമ്പോഴോ പാരലൽ ടു എക്സ് ആക്സിസ്, വൈ കോർഡിനേറ്റ് ഈക്വൽ. ഇവിടെ 4 ആയതുകൊണ്ട് ഇവിടെ 4 വരും. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ 5, 2, 6, 4. 5, 2, 5, 2, 6, 4. ഇനി മൂന്നാമത്തെ ഫിഗർ. അപ്പൊ മൂന്നാമത്തെ ചോദ്യം -3, 5, -7. -3ന് ഇടതുവശത്താണ് -7 വരിക. അപ്പൊ -3, 5 ഒന്നിനേക്കാൾ കൂടുതലാണ് 5 അല്ലേ? അപ്പൊ ഇവിടെ അടയാളപ്പെടുത്താം -3, 5. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആണ് -7, 1. നോക്കിക്കേ, ദിസ് ലൈൻ ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്, സോ വൈ കോർഡിനേറ്റ് ഈക്വൽ. അപ്പൊ എത്ര തന്നെ വരും? 1 തന്നെ വരും. പിന്നെ ദിസ് ലൈൻ ഈസ് പാരലൽ ടു വൈ ആക്സിസ്, എക്സ് കോർഡിനേറ്റ് ഈക്വൽ. അപ്പോൾ ഇവിടെ എത്ര വരും? -3 എന്ന് വരും. ഇനി ഈ കോർഡിനേറ്റ് ഇവിടെ കണ്ടുപിടിക്കണം. ദിസ് ലൈൻ ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്, സോ വൈ കോർഡിനേറ്റ് ഈക്വൽ. അപ്പോൾ വൈ കോർഡിനേറ്റ് നമുക്ക് 5 തന്നെ കിട്ടും. ഇങ്ങനെ വെച്ചാലോ, ദിസ് ലൈൻ ഈസ് പാരലൽ ടു വൈ ആക്സിസ്, സോ എക്സ് കോർഡിനേറ്റ് ഈക്വൽ. അപ്പം -7 എന്ന് എഴുതാം. അപ്പം നമുക്ക് കിട്ടിയ ആൻസർ -7, 5ഉം എന്താണ് -3, 1. -3, 1. ഇനി നമുക്കിതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം, ശരിയാണോ? -3, -4 ഇങ്ങനെയാ, -7 വരും. 1, 1 ശരിയാണ്.
-7 1 എന്ന് ഇവിടെ ഇൻക്രീസ് ചെയ്യാണ്. നോക്കിക്കേ 1 to 5 1 to 5. ഇതൊന്ന് നോക്കിയാൽ മതി, പേര് നമ്മൾ അടയാളപ്പെടുത്തിയത് ശരിയാണോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി. ഇനി അടുത്തത് -1 നാലാമത്തെ -1 -2 -5 -4. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ അടയാളപ്പെടുത്താം നോക്കിക്കേ. അതിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഒക്കെ നോക്കിക്കേ. നമുക്ക് എവിടെ അടയാളപ്പെടുത്താം നോക്കിക്കേ. -5 -4 -1. അപ്പം -4 -5 -4 ഇവിടെ അടയാളപ്പെടുത്താം. പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് -1 -2. അപ്പൊ നമുക്കിത് എങ്ങനെയാ വരുന്നത് നോക്കിക്കേ. പാരലൽ ടു എക്സ് ആക്സിസ് വൈ കോർഡിനേറ്റ് ഈക്വൽ. അപ്പൊ -2 തന്നെ. ഇങ്ങനെ വയ്ക്കുമ്പോഴോ പാരലൽ ടു വൈ ആക്സിസ് എക്സ് കോർഡിനേറ്റ് ഈക്വൽ. അപ്പൊ -5 തന്നെ ഇവിടെ. ഇനി ഈ കോർഡിനേറ്റ് ഇവിടെ കണ്ടുപിടിക്കണം. പാരലൽ ടു വൈ ആക്സിസ് എക്സ് കോർഡിനേറ്റ് ഈക്വൽ. അപ്പൊ -1 തന്നെ ഇവിടെ വരും. ഇനി പാരലൽ ടു എക്സ് ആക്സിസ് വൈ കോർഡിനേറ്റ് ഈക്വൽ. അപ്പൊ ഇവിടെ -4 വരും. നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. -5 -5 -2 നിന്ന് -4 പോയി കൂടിയാ വരുന്നത്. എന്താണ് -1 -1 -2 -4 ശരിയാണ്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് 4 വെർട്ടെക്സും കിട്ടുന്നത്. ശരിയായ രീതിയിൽ ഇത് ഓപ്പോസിറ്റ് വെർട്ടെക്സ് മാർക്ക് ചെയ്യണം. നെഗറ്റീവ് നോക്കി വേണം മാർക്ക് ചെയ്യാൻ. വലുതും ചെറുതും ഒക്കെ നോക്കി വേണം മാർക്ക് ചെയ്യാൻ. പിന്നെ നമുക്ക് കിട്ടിയ ആൻസേഴ്സ് ഏതൊക്കെയാണ്? -5 -2 പിന്നെ എന്താ കിട്ടിയത്? -1 -4. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തില് 4 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് 4ഉം ചെയ്തു. ഈ എക്സസൈസ് തീർന്നിരിക്കുകയാണ്, വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി ഉള്ള എക്സസൈസും പോർഷൻസും ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.